ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്നെന്നെ ശ്രവിക്കുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും നമ്മെ ചേർത്തുകൊള്ളുവാനായി വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. ദൈവത്തിൻ്റെ സൽപ്രവൃത്തികൾ പ്രവർത്തിക്കുന്നവരായിരിക്കണം. അതിൽ പ്രവർത്തിക്കുന്നവരിൽ നമ്മൾ കണ്ടു, നമ്മൾ സൽപ്രവൃത്തി ചെയ്യുന്നവരായിരിക്കണം, സുവിശേഷം പറയുന്നവരായിരിക്കണം. മൂന്നാമതായി നമ്മുടെ താലന്തുകളെ കൊണ്ട് നാം വ്യാപാരം ചെയ്യുന്നവരായിരിക്കണം. അപ്പോൾ വ്യാപാരം കർത്താവായ യേശു ക്രിസ്തുവിൽ നാം വിശ്വസിക്കുന്ന സമയത്ത് പരിശുദ്ധാത്മാവാം ദൈവം ആദ്യത്തെ ദാനമായിട്ട് പരിശുദ്ധാത്മാവാം ദൈവം നമ്മൾക്ക് ലഭിക്കുന്നു. അങ്ങനെ പരിശുദ്ധാത്മാവം ദാനം ലഭിച്ചവരായ നമ്മൾക്ക് ദൈവം കൃപാവരങ്ങൾ തരുന്നു. ഓരോരുത്തർക്ക് ഒന്നോ അതിലധികമോ കൃപാവരങ്ങൾ തരുന്നു എന്നുള്ളത് ദൈവത്തിൻ്റെ വചനത്തിൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കാം. എഫെസ്യ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യത്തിൽ അതാണ് കാണുന്നത്. എന്നാൽ നമ്മിൽ ഓരോരുത്തരും ക്രിസ്തുവിൻ്റെ ദാനത്തിൻ്റെ അളവിനൊത്തവണ്ണം കൃപ ലഭിച്ചിരിക്കുന്നു. അവിടെ കാണുന്നത് കർത്താവിൻ്റെ ദാനത്തിനൊത്തവണ്ണം നമുക്ക് ഓരോരുത്തർക്ക് ഒന്നോ അതിലധികമോ കൃപാവരങ്ങളെ ദൈവം തന്നിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഈ കൃപാവരങ്ങളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എഫെസ്യർ 4-ാം അധ്യായത്തിൽ, പിന്നെ 1 കൊരിന്ത്യർ 12-ാം അധ്യായത്തിൽ, റോമർ 12-ാം അധ്യായത്തിൽ, അതുപോലെ 1 പത്രോസ് 4-ാം അധ്യായത്തിൽ നാം കാണുന്നത് ഓരോരുത്തർ വരം ലഭിച്ചതുപോലെ വിവിധമായുള്ള ദൈവകൃപയുടെ നല്ല ഗ്രഹവിചാരകന്മാരായി അതിനെക്കൊണ്ട് അന്യോന്യം ശുശ്രൂഷിപ്പിൻ. ഇവിടെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഓരോരുത്തരും വരം ലഭിച്ചതുപോലെ. അപ്പോൾ നമ്മൾ രക്ഷിക്കപ്പെട്ട എല്ലാ ദൈവമക്കൾക്കും ഒന്നിലധികമോ കൃപാവരങ്ങൾ വരം ലഭിച്ചിട്ടുണ്ട്. രക്ഷിക്കപ്പെട്ട അതേ നിമിഷത്തിൽ തന്നെ ദൈവം പരിശുദ്ധാത്മാവാൻ ദൈവം നമുക്ക് അതിലധികമോ കൃപാവരങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. അത് കൃപാവരങ്ങൾ വിവിധങ്ങളായിരിക്കും. അത് നമ്മൾക്ക് വേണ്ടി തന്നതല്ല, മറ്റുള്ളവരെ ശുശ്രൂഷിക്കുന്നതിന് വേണ്ടിയാണ് എന്നുള്ളത് 1 കൊരിന്ത്യർ 12-ാം അധ്യായത്തിൽ നമുക്ക് കാണുന്നത്. അതുപോലെ റോമർ 12-ാം അധ്യായത്തിൽ വിവിധ വരങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. ആ വരങ്ങളെല്ലാം നമ്മൾക്ക് സ്വന്തമായിട്ട് തന്നതല്ല, സഭയിലുള്ളവരെ മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ ശുശ്രൂഷ ചെയ്യിക്കുവാൻ വേണ്ടിയാണ് ഈ വരങ്ങൾ നമുക്ക് തന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് ദൈവകൃപയുടെ നല്ല ഗ്രഹവിചാരകന്മാരായി. ഗ്രഹവിചാരകൻ എന്നുള്ളത് നമുക്കറിയാം. ഗ്രഹവിചാരകന്മാരായിട്ട് വലിയ ഇന്നത്തെ മാനേജേഴ്സായിട്ട്, അല്ലെങ്കിൽ ഒരു പ്രോപ്പർട്ടിയുടെ നോക്കുവാനായിട്ട് നടത്തിപ്പുകാരെയാണ് ഗ്രഹവിചാരകന്മാരെന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നല്ല ഗ്രഹവിചാരകൻ എന്നുള്ളതിൻ്റെ ആ യജമാനുള്ളതായിട്ടുള്ള സ്വത്ത് മുഴുവനും അത് സൂക്ഷിക്കുക, അല്ലെങ്കിൽ അതുകൊണ്ട് വ്യാപാരം ചെയ്ത് കൂടുതലുണ്ടാക്കുക. അതാണ് ഒരു ഗ്രഹവിചാരകൻ്റെ ഡ്യൂട്ടി. എന്നാൽ ഇതൊന്നും അവൻ്റേതല്ല, അവൻ്റെ യജമാനൻ്റേതാണ്. ഒന്നും അവൻ്റേതല്ല. എന്നാൽ അവൻ്റേതുപോലെ അതുകൊണ്ട് വ്യാപാരം ചെയ്ത് യജമാന് ലാഭം ഉണ്ടാക്കി കൊടുക്കുന്നു. അങ്ങനെ യജമാനുണ്ടാകുന്ന ലാഭത്തിൻ്റെ അതിൻ്റെ നന്മ അവനും കൂടെ അനുഭവിക്കും എന്നുള്ളതേ ഉള്ളൂ. ഗ്രഹവിചാരകന്മാരുടേതായിട്ട് ഒന്നുമില്ല, ഉള്ളതെല്ലാം യജമാനൻ്റെയാണ്. അതുപോലെ പ്രിയ സഹോദരിമാരെ, നമുക്ക് പല തരത്തിലുള്ള വിവിധങ്ങളായ കൃപാവരങ്ങൾ ദൈവം തന്നിട്ടുണ്ട്. എന്നാൽ ഒരു കാര്യം നാം മറന്നു പോകരുത്, ഈ കൃപാവരങ്ങളൊന്നും നമ്മുടേതല്ല, അത് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൈവത്തിൻ്റേതാണ്. അത് ചെയ്യുവാനുള്ള കഴിവും ദൈവം നമുക്ക് തരുന്നു. കൊടുക്കുവാനുള്ള വരമുള്ളവർക്ക് കൊടുക്കുവാനുള്ള സാമ്പത്തികമായിട്ടുള്ള അല്ലെങ്കിൽ സാഹചര്യങ്ങളും ദൈവം ഉണ്ടാക്കി കൊടുക്കും, നമ്മൾ കൊടുത്തു തുടങ്ങിയാൽ എന്നുള്ളത് ദൈവവചനത്തിൽ നിന്നും നമ്മുടെ അനുഭവത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന നമ്മുടേതല്ല എന്ന് മനസ്സിലാക്കി, അതുപോലെ പ്രസംഗിക്കുന്നവരാണെങ്കിൽ അതിൽ പുകഴ്ച ചെയ്യാനോ, അയ്യോ എനിക്ക് നന്നായിട്ട് പ്രസംഗിക്കാൻ അറിയാം, അല്ലെങ്കിൽ ഞാൻ പ്രസംഗിക്കുന്ന വ്യക്തിയാണ് എന്ന് പറയുവാനൊന്നുമില്ല. പ്രസംഗപരവും ദൈവം തന്നതാണ്. അപ്പോൾ അത് ദൈവം തന്നതാണെങ്കിൽ ദൈവത്തിന് അത് മറ്റുള്ളവർക്ക് വേണ്ടി ഉപയോഗിക്കുവാൻ വേണ്ടിയാണ് ദൈവം തന്നത് എന്ന് മനസ്സിലാക്കുമ്പോൾ, അത് നമ്മുടേതല്ല എന്നുള്ളത് മനസ്സിലാക്കുമ്പോൾ നമ്മൾക്ക് പിന്നെ അഹംഭവിക്കാനോ പുകഴുവാനോ ഒന്നുമില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഈ വരങ്ങളൊന്നും, അനേക വരങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. അത് ഒന്നും നമുക്കുള്ളതല്ല എന്നുള്ളത് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അത് വിശ്വാസത്തിൻ്റെ ഒത്തവണ്ണം ശുശ്രൂഷയെങ്കിൽ ശുശ്രൂഷയിൽ ഉപദേശിക്കുന്നവനെങ്കിൽ ഉപദേശത്തിൽ, പ്രബോധിപ്പിക്കുന്നവനെങ്കിൽ പ്രബോധനത്തിൽ, ദാനം ചെയ്യുന്നവൻ ഏകാഗ്രതയോടെ ഭരിക്കുന്നവൻ, ഉത്സാഹത്തോടെ കരുണ ചെയ്യുന്നവൻ പ്രസന്നതയോടെ ആകട്ടെ. അപ്പോൾ ഇവിടെ എല്ലാവരും പറയുന്നു, ശുശ്രൂഷിക്കുന്നവൻ
ശുശ്രൂഷിക്കുക. പ്രവചനം പറയുന്നവൻ പ്രവചനം, വിശ്വാസമുള്ള വിശ്വാസത്തിൻ്റെ വരമുള്ളവർക്ക് വിശ്വാസവരം. ഇതൊന്നും അവരുടേതായിട്ടുള്ളതല്ല. ഇതെല്ലാം അവർ ജസ്റ്റ് അതിൻ്റെ കാര്യവിചാരന്മാരാണ്, സ്റ്റുവേർഡ്സാണ്. ജസ്റ്റ് വി ആർ സ്റ്റുവേർഡ്സ്. അത് നമ്മൾ മറന്നു പോകരുത്. അങ്ങനെ നമ്മൾ സ്റ്റുവേർഡ്സ് ആണെന്ന് നമുക്ക് മനസ്സിലായി കഴിയുമ്പോൾ നമുക്കുള്ളതിനെ കൊണ്ട് വിശ്വസ്തയോടുകൂടെ നമുക്ക് ഉപയോഗിക്കുവാനായിട്ട് സാധിക്കും. അതിൽ പുകഴുവാൻ ഒട്ടും പിന്നെ നമ്മൾ അതിനു വേണ്ടി മുൻതിരികയില്ല. കാരണം ഇതെൻ്റേതല്ല, വേറൊരാൾ സർവശക്തനായ ദൈവം എനിക്ക് തന്നതാണ്. അത് തിരിച്ചും അത് അങ്ങ് മേടിക്കുവാൻ സർവശക്തനാണ്. അതെൻ്റേതല്ല, ഇത് ഞാൻ ജസ്റ്റ് ഒരു ഉപയോഗിക്കുന്നതാണ്. ഇപ്പോൾ നമ്മളെ ഒരാൾ ഒരു 100 രൂപ ഏൽപ്പിച്ചിട്ട് പറയാം, ഇന്ന ആൾക്ക് കൊടുക്കണം എന്ന് പറഞ്ഞു. കൊടുക്കാനായിട്ട് കൊണ്ടുപോകുന്നവരെ, എൻ്റെ കയ്യിൽ 100 രൂപയുണ്ട്. അല്ലെങ്കിൽ അത് 50,000 രൂപയാകട്ടെ, 1,00,000 രൂപയാകട്ടെ, ഒരാൾ 1,00,000 രൂപ കയ്യിൽ ഏൽപ്പിച്ചിട്ട് പറഞ്ഞു, ഇത് ഇന്നവർക്ക് കൊടുക്കണം എന്ന് പറഞ്ഞ് തരുന്നു. ഈ 1,00,000 പിടിച്ചുകൊണ്ട് എൻ്റെ കയ്യിൽ 1,00,000 ഉണ്ടെന്ന് എന്തെങ്കിലും അത് അങ്ങേ അഹംഭവിക്കാൻ വല്ലതും ഉണ്ടോ? ഇല്ല, അതെൻ്റേതല്ല. 1,00,000 രൂപ എൻ്റേതല്ല. അത് എത്ര ലക്ഷമെങ്കിലും ആയിക്കോട്ടെ, അതെൻ്റേതല്ല. ജസ്റ്റ് എൻ്റെ കയ്യിൽ തന്നത് വേറൊരാൾക്ക് കൊടുക്കുവാൻ വേണ്ടി തന്നതാണ്. അതാണ് കൃപാവരങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നാം ജസ്റ്റ് ഒരു ഗ്രഹവിചാരകൻ മാത്രമാണ്. അത് മറ്റുള്ളവർക്ക് വേണ്ടി ഉപയോഗിക്കുവാനായിട്ട് നമുക്ക് തന്നിരിക്കുന്നതാണ് കൃപാവരങ്ങൾ എന്നുള്ളത് നാം മനസ്സിലാക്കി കഴിയുമ്പോൾ നമ്മൾക്ക് ഒന്നിലും പുകഴുവാനായിട്ട് ഉണ്ടാകുകയില്ല. മറിച്ച് നാം നമ്മെ തന്നെ താഴ്ത്തിയിട്ട്, കർത്താവ് എനിക്ക് തന്നല്ലോ, ഞാൻ അതുകൊണ്ട് വ്യാപാരം ചെയ്യും എന്നുള്ള ആ മനോഭാവത്തോടു കൂടി നമ്മൾ കൃപാവരങ്ങളെ ഉപയോഗിക്കും എന്നുള്ളത് നമുക്ക് ചിന്തിക്കുമ്പോൾ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അങ്ങനെ നല്ല ഗ്രഹവിചാരകന്മാരായിരിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. നല്ല ഗ്രഹവിചാരകന്മാരായിട്ട് നമ്മൾ ഇഷ്ടം പോലെ നമുക്ക് തന്നത് ഉപയോഗിക്കാനല്ല, നാം നല്ല ഗ്രഹവിചാരകന്മാരായിട്ട് അതിനെക്കൊണ്ട് വ്യാപാരം ചെയ്യണം, അതിനെക്കൊണ്ട് അന്യോന്യം ശുശ്രൂഷിക്കണം എന്നുള്ള ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് പ്രിയ സഹോദരിമാരെ, നമുക്ക് തന്നിരിക്കുന്നതായിട്ടുള്ള കൃപാവരങ്ങളെ കൊണ്ട്, ആ കൃപാവരങ്ങൾ ഉപയോഗിച്ച് നാം അതിൽ വിശ്വസ്തരായിട്ട് ജീവിക്കുകയും അത് ഉപയോഗിച്ച് അനേകർക്ക് അതുകൊണ്ട് വ്യാപാരം ചെയ്ത് അധികം നേടുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. മാത്രമല്ല, കൃപാവരങ്ങൾ നാം ശരിയായിട്ട് ഉപയോഗിച്ചില്ലെങ്കിൽ അത് നമ്മളിൽ നിന്ന് എടുത്ത് മറ്റുള്ളവർക്ക് കൊടുക്കും എന്നുള്ളത് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. കർത്താവ് പറഞ്ഞ ഒരു ഉദാഹരണം ലൂക്കോസിൻ്റെ സുവിശേഷം 19-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അവിടെ കുലീനായൊരു മനുഷ്യൻ ദൂരദേശത്തേക്ക് പോയപ്പോൾ 10 ദാസന്മാരെ വിളിച്ചവർക്ക് 10 റാത്തൽ വെള്ളി കൊടുത്തു. ഞാൻ വരുവോളം വ്യാപാരം ചെയ്യുവാൻ പറഞ്ഞു. രാജാവ് മടങ്ങി വന്നപ്പോൾ ദാസന്മാരെ വിളിച്ച് ഒന്നാമത്തവൻ്റെ അടുക്കൽ വന്ന് പറഞ്ഞു, ഞാൻ എനിക്ക് തന്നതുകൊണ്ട് 10 റാത്തൽ സമ്പാദിച്ചിരിക്കുന്നു. അവനോട് കർത്താവ് പറഞ്ഞു, നല്ല ദാസനെ, നീ അത്യല്പത്തിൽ വിശ്വസ്തനായിരുന്നതുകൊണ്ട് 10 പട്ടണത്തിന് അധികാരിയാകാം. എന്നാൽ വേറൊരു ദാസൻ വന്ന് പറഞ്ഞു, ഇതാ നിന്റെ റാത്തൽ, ഞാൻ ഉറുമാലിൽ കെട്ടിവെച്ചിരിക്കുന്നു. അവനോട് കർത്താവ് പറഞ്ഞു, ദുഷ്ടദാസനെ, നീ അത് മറ്റ് കച്ചവടക്കാർക്ക് കൊടുക്കാഞ്ഞത് എന്ത്? എന്നിട്ട് പറഞ്ഞു, അവൻ്റേതെടുത്ത് 10 ഉള്ളവന് ഉള്ളവന് കൊടുക്കും, ഇല്ലാത്തവനോട് ഉള്ളതുകൂടെ എടുത്തു കളയും. പ്രിയ സഹോദരിമാരെ, പലപ്പോഴും നമ്മൾ ഓർക്കും, ഈ ചിലർക്ക് പല ഗുണങ്ങൾ, പല കൃപാവരങ്ങളുണ്ടല്ലോ. അവർക്ക് പ്രസംഗിക്കാനറിയാം, പാട്ടുപാടാനറിയാം, ശുശ്രൂഷ ചെയ്യാനറിയാം, കൊടുക്കുവാനറിയാം, പ്രാർത്ഥിക്കാനറിയാം. ഇതെങ്ങനെയാണ് എന്ന് ഓർക്കും. അതെ, അവർക്ക് കൊടുത്തിരിക്കുന്ന ഒരു ആദ്യത്തെ കൃപാവരം കൊണ്ട് അവർ അതുകൊണ്ട് വ്യാപാരം ചെയ്ത് അതിൽ വിശ്വസ്തരായിട്ട്, സത്യസന്ധരായിട്ട്, അത് തൻ്റേതല്ല, ദൈവം കൊടുത്തതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത് വിശ്വസ്തയോടുകൂടി ചെയ്തു മുഖാന്തരമായിട്ട് കർത്താവ് അവർക്ക് 1 പകരം 10 കൊടുക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അതെ, നാം നമ്മുടെ കൃപാവരത്തിൽ വിശ്വസ്തരായിരുന്നെങ്കിൽ നമ്മളെ കർത്താവ് അനേകം കാര്യങ്ങൾ നമ്മളെ ഏൽപ്പിക്കും എന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് മനസ്സിലാക്കാം. അല്ല, നാം അവിശ്വസ്തരായിരുന്നാൽ നമുക്കുള്ള കൃപാവരവും കൂടി അവൻ എടുത്തു കളയും. പണ്ട് നാം പ്രാർത്ഥിക്കുന്നവരായിരുന്നു കാണാം. അത് നമ്മൾ ഉപയോഗിച്ചിട്ടില്ല എങ്കിൽ നാം പ്രാർത്ഥനയുടെ കൃപാവരം, പ്രാർത്ഥിക്കാൻ ഒക്കുമായിരിക്കും, പ്രാർത്ഥനയുടെ കൃപാവരം നമ്മളിൽ നിന്ന് എടുത്തു കളയും. നമ്മൾ കൂട്ടായ്മ കൊടുക്കുന്നവരായിരിക്കാം, അത് കൊടുത്തുകൊണ്ടിരുന്നു. എന്നാൽ ഇപ്പോൾ നാം കൊടുക്കുന്നില്ല എങ്കിൽ അത് വേണ്ട, അതുകൊണ്ട് എന്താ ഗുണമെന്ന് വിചാരിച്ച് കൊടുക്കുന്നില്ല എങ്കിൽ ആ കൃപാവരവും നമ്മളിൽ നിന്ന് എടുത്ത് മാറ്റപ്പെട്ട് കാണാം. പ്രിയ സഹോദരിമാരെ, വളരെ ഭയത്തോടുകൂടെ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന കൃപാവരങ്ങളെ നമ്മൾക്ക് ജ്വലിപ്പിക്കുവാനായിട്ട് കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. അന്ന് ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മുടെ പ്രവൃത്തികൾ വെളിപ്പെടും. അന്ന് നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിൽക്കുമ്പോൾ നമ്മുടെ കൃപാവരങ്ങൾ, ഞാൻ 10 നേടി, ഞാൻ 5 നേടി എന്ന് പറയുവാനായിട്ട് പ്രിയ സഹോദരിമാരെ നമ്മളെ ദൈവം സഹായിക്കട്ടെ. അതുകൊണ്ട് നമ്മുടെ കർത്താവ് വരാറായി. അതുകൊണ്ട് നമുക്ക് ഒരുങ്ങാം. അടുത്ത ആഴ്ചയിൽ ഒന്നും കൂടെ
ഇത് ഏതൊക്കെ വിഷയങ്ങളാണ് നമ്മൾ പഠിച്ചതെന്ന് ഒന്നും കൂടെ ചിന്തിച്ചിട്ട് നമുക്ക് ഈ വിഷയം ഈ വിഷയം ഈ വിഷയത്തിൻ്റെ ലാസ്റ്റ് അടുത്ത മെസ്സേജിൽ പറയുന്നതായിരിക്കും. നമ്മളെ ദൈവം സഹായിക്കട്ടെ. അല്പത്തിൽ വിശ്വസ്തനായാൽ അധികത്തിൽ വിചാരകനാക്കും. നമുക്ക് തന്നിരിക്കുന്ന കൃപാവരങ്ങളെ ജ്വലിപ്പിച്ചുകൊണ്ട് അതുകൊണ്ട് വ്യാപാരം ചെയ്തുകൊണ്ട് അനേകരെ നേടുവാനായിട്ട്, അനേക കാര്യങ്ങൾ നേടുവാനായിട്ട് കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. അവൻ്റെ വലിയ നാമം മഹത്വപ്പെടുമാറാകട്ടെ. Lord, now indeed I find thy power, and thine alone can change the leper's bones and melt the heart of stone. Good morning, sisters. 2 Samuel chapter 22, verses 1 and onwards. And David spake unto the Lord the words of this song in the day that the Lord had delivered him out of the hand of his enemies, and out of the hand of Saul. And he said, The Lord is my rock, and my fortress, and my deliverer, the God of my rock. In him will I trust. He is my shield, and the horn of my salvation, my high tower, and my refuge, my Saviour. Thou savest me from violence. I will call on the Lord, who is worthy to be praised. So shall I be saved from mine enemies. When the waves of death compassed me, the floods of ungodly men made me afraid. The sores of hell compassed me about. The snares of death prevented me. In my distress I called upon the Lord, and cried to my God. And he did hear my voice out of his temple, and my cry did enter into his ears. God will follow through. In the passage from 2 Samuel chapter 22, we see that finally God has fulfilled his promise to David by removing all his enemies from his presence, and given him peace from running for his life. Almost all of David's life was surrounded by people who wanted to kill him for no real reason. But David prayed and relied upon God to carry him through, and finally it came true. It took time, but it finally happened. Is there something in your life that you have been asking God to help you with? Something that's been in the back of your mind for a long time, like a constant reminder that you deeply wish would be fixed, solved, or granted? Well, from the real-life account of King David, God wants to tell you that your time will come, and when it does, it will be much sweeter than anything you have ever experienced before. And the sweetness will stay with you and linger for a long time. And you will always be reminded of that day when God had made it come to pass. Now it may not occur the way you suppose it to happen, for who can understand the ways of God? His ways are higher than our ways, and his thoughts higher than our thoughts. But this can only happen if we trust in him and not try to take it into our own hands. In 2 Samuel chapter 22, verse 7, we see that David called out to God and surrendered the burden he was carrying to him. In other words, he let God be God and allowed him to do his work in David's life. Don't give up, even if you feel all hope is lost. Put your hand in his, and he will lift you up. That's how you get back up, by trusting in the only one who can pull you back to your feet and set you on solid ground. May we sing this song together. Our God is an awesome God, he reigns from heaven above with wisdom, power, and love. Our God is an awesome God. Our God is an awesome God, he reigns from heaven above with wisdom, power, and love.
awesome God. Humble thyself in the sight of the Lord. Humble thyself in the sight of the Lord. Humble thyself in the sight of the Lord. Humble thyself in the sight of the Lord, and he will lift you up higher and higher, and he will lift you up higher and higher, and he will lift you up. Our God is an awesome God. He reigns from heaven above with wisdom, power, and love. Our God is an awesome God. Our God is an awesome God. He reigns from heaven above with wisdom, power, and love. Our God is an awesome God. Our God is an awesome God. Our God is an awesome God. May his name alone be glorified. Amen. And when before the throne I stand in him complete, Jesus died my soul to save, my lips shall still repeat,